السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم യഹ്തദൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തു സജ്ദയാണ് ഇന്ന് മുതൽ നമ്മൾ പഠനം ആരംഭിക്കുന്നത്. ഏതാനും മാസങ്ങളായി സൂറത്ത് യാസീനിൻ്റെ വിശദീകരണം അവസാനിച്ചതിൻ്റെ ശേഷം ഇന്ന് നമ്മൾ സൂറത്തു സജ്ദ ആരംഭിക്കുകയാണ്. സജ്ദ എന്നാണ് പ്രയോഗിക്കേണ്ടത്, സജദ എന്നല്ല. സൂറത്തു സജ്ദ, ജീമിന് സുക്കൂൻ. സജ്ദ, സൂറത്തു സജ്ദ മക്കിയായ അധ്യായമാണ്. സൂറത്തുകൾ രണ്ട് വിഭാഗമുണ്ട്: മക്കി സൂറകൾ, മദനി സൂറകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതകാലം, മക്കയിൽ ജീവിച്ച കാലഘട്ടം അഥവാ ഹിജറ വരെയുള്ള കാലഘട്ടം, അതിനിടക്ക് അവതീർണമായ സൂറത്തുകളാണ് മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജറയ്ക്ക് ശേഷം മദീന ജീവിത കാലഘട്ടത്തിൽ അവതീർണമായിട്ടുള്ള സൂറത്തുകളാണ് മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. പ്രാഥമികമായൊരറിവാണിത്. എന്നാൽ ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെടാത്തവരുണ്ടെങ്കിൽ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. മുസ്ഹഫുകളിലെല്ലാം അവസാന പേജുകളിലായി ഈ സൂറത്തുകളെ രണ്ടായി തരംതിരിച്ച് വേർതിരിച്ച് എഴുതിയതായി എല്ലാ കോപ്പികളിലും കാണുവാൻ സാധിക്കും. മക്കിയാണ്, മദനിയാണ് എന്നിങ്ങനെ. ചില ആളുകൾക്കൊരു ധാരണ ഇതിനെ സംബന്ധിച്ചുണ്ട്: മക്കയിൽ അവതരിച്ച സൂറത്തുകൾ മക്കി സൂറത്തുകളും മദീനയിൽ അവതരിച്ച സൂറത്തുകൾ മദനി സൂറത്തുകളുമാണെന്ന്. അത് അബദ്ധമാണ്. എവിടെ ഏതൊരു സ്ഥലത്തെ പരിഗണിച്ചുകൊണ്ടല്ല ആ സൂറത്തുകൾ പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഹിജറക്ക് മുമ്പ് അവതീർണമായതും ഹിജറക്ക് ശേഷം അവതീർണമായതും എന്ന മാനദണ്ഡമാണ് മക്കി മദനി സൂറത്തുകളെ വേർതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പൊ ഹിജറക്ക് ശേഷം ഒരു വേള മക്കയിൽ വെച്ച് അവതരിച്ചിട്ടുള്ള ആയത്തുകൾ ഉണ്ടാകും. അതും ഏതിൽ തന്നെയാണ് പെടുക? മദനിയിലാണ് പെടുക. അതിനാണ് അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. സൂറത്തു സജ്ദ എന്ന പേര് വരാൻ ഇതിൽ പ്രത്യേകിച്ചൊരു കാരണം, ഇതിൽ സുജൂദിൻ്റെതായ ഒരായത്ത് ഇതിൽ ഉണ്ട്. എന്നാൽ സുജൂദുകളുള്ള ആയത്തുകൾ മറ്റു സൂറത്തുകളിലും ഉണ്ടായിട്ടും അതിന് സജ്ദ എന്ന് അറിയപ്പെടാറില്ല. ഇത് അലിഫ് ലാം മീം തൻസീൽ സജ്ദ എന്നാണ് ഈ സൂറത്ത് പലപ്പോഴും ഹദീസുകളിലൊക്കെ പ്രയോഗിക്കപ്പെടാറുള്ളത്. അലിഫ് ലാം മീം സജ്ദ എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സൂറത്ത് ഫുസ്സിലത്ത് എന്നൊരധ്യായമുണ്ട്. ഫുസ്സിലത്ത്, ആ ഫുസ്സിലത്തിനുള്ള മറ്റൊരു പേരാണ് ഹാമീം സജദ.
ഹാമീം സജ്ദ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ, ഫുസ്സിലത്തും ഇതും മാറിപ്പോകാതിരിക്കാൻ, ഇത് അലിഫ് ലാം മീം സജ്ദ, മറ്റേത് ഹാമീം എന്നാണ് ആ സൂറത്ത് തുടങ്ങുന്നത്, ഫുസ്സിലത്ത്. അതുകൊണ്ട് അതെന്തറിയപ്പെടുന്നു? ഹാമീം സജ്ദ എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകൾക്ക് മറ്റ് ചില സൂറത്തുകൾക്കില്ലാത്ത, മറ്റ് ചില ആയത്തുകൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ വേറെ ചില ആയത്തുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഖുർആൻ ആദ്യാന്തം എല്ലാത്തിനും ഒരേ ബഹുമാനമാണ്. എന്നാൽ ചില ആയത്തുകൾ, ചില സൂറത്തുകളൊക്കെ അവയ്ക്ക് ചില പ്രത്യേകമായ പദവികൾ, അത് പാരായണം ചെയ്താൽ ചില പ്രത്യേകമായ മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുള്ള ആയത്തുകളുണ്ട്, സൂറത്തുകളുണ്ട്. അങ്ങനെയുള്ള ആയത്തുകളിൽപ്പെട്ടതാണ് ആയത്തുൽ കുർസി. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് പറയപ്പെട്ടിട്ടുള്ള ആമനർ റസൂല് മുതൽക്കുള്ള 2 ആയത്തുകൾ. ഇതൊക്കെ എല്ലാവരും മനഃപ്പാടമാക്കി വെക്കേണ്ടുന്ന ആയത്തുകളുമാണ്. കാരണം ഡെയിലി 6 തവണ മിനിമം ചൊല്ലേണ്ട ആയത്താണ് ഏത്? ആയത്തുൽ കുർസി. 5 നേരം ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ മുമ്പും പാരായണം ചെയ്യൽ പുണ്യമുള്ളതാണ് ആയത്തുൽ കുർസി. എല്ലാവർക്കും മനഃപ്പാടമുണ്ടാകും. ആർക്കെങ്കിലും സംഗതിവശാൽ അറിയില്ലെങ്കിൽ അവർ മനഃപ്പാടമാക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മഹത്വമാണ് നഷ്ടപ്പെട്ടു പോവുക. അഅ്ളമു ആയത്തിൻ ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്വപൂർണമായ സൂക്തം എന്നാണ് ആയത്തുൽ കുർസിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന അവസാനത്തെ 2 ആയത്തുകൾ അൽ ബഖറയുടേത്, ഖവാതീമു സൂറത്തുൽ ബഖറ, അതിനുമുണ്ട് മഹത്വം. അതും നമ്മൾ രാത്രിയിൽ പാരായണം ചെയ്യൽ പ്രത്യേകം ഡെയിലി പുണ്യമുള്ള 2 ആയത്തുകളാണ്. അതുപോലെ തന്നെ ആലു ഇമ്രാൻ എന്ന 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 11 ആയത്തുകൾ മഹത്വമുള്ളതാണ്. ഡെയിലി നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ചൊല്ലൽ പുണ്യമുള്ളതാണ് ആ 11 ആയത്തുകളും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്, അതാണ് അതിൻ്റെ തുടക്കം. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അതാണ് അതിൻ്റെ അവസാന ആയത്ത്. 11 ആയത്തുകളാണ്. എല്ലാ ദിവസവും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും, ഇനി ശ്രവിക്കാൻ പോകുന്നവരോടും ഒരു വസിയത്ത് പറയാണ്. ഡെയിലി നമ്മൾ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ ഈ 11 ആയത്തുകളും ചൊല്ലിയിരിക്കണം. അതൊക്കെ ഇന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാൻ മൊബൈലുകളിൽ സൗകര്യമുണ്ട്, സംവിധാനങ്ങളുണ്ട്. കുറേശ്ശെയായിട്ട് അതൊക്കെ ഓരോ ആയത്തുകൾ മനഃപ്പാടമാക്കി പിന്നെ അങ്ങനെ ഡെയിലി ചൊല്ലിയാൽ പിന്നെ അതൊന്നും നമുക്ക് സ്ക്രീൻഷോട്ടിൻ്റെയും ഒന്നും ആവശ്യമുണ്ടാവില്ല. വളരെ പുണ്യമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതാണ്, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ധാരാളം സൂറത്തുകളുണ്ട് പ്രത്യേകത പറയപ്പെട്ടവ. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, ആലു ഇമ്രാൻ, അതേപോലെ തന്നെ സൂറത്ത് കാഫിറൂന, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദത്തൈനി, അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇസ്റാ, സൂറത്തുൽ സുമർ, സൂറത്തുൽ സജ്ദ, സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകളിൽ ഒരു സൂറത്താണ് ഇന്ന് നമ്മൾ ഇത് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു കാരണം അതുകൂടിയാണ്. ഡെയിലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഇത് പാരായണം ചെയ്യാറുണ്ട്. ഏത്? സൂറത്തു സജ്ദ. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന പല സൂറത്തുകളിൽ ഒരു സൂറത്താണ് സജ്ദ. അതുപോലെ തന്നെ മുൽക്ക്. ഇത് കഴിഞ്ഞാൽ നമുക്ക് മുൽക്ക് എടുക്കണം ഇൻഷാ അല്ലാഹ്. പേര് നമ്മൾ ഡെയിലി ആയതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ഇതുണ്ടാകണം. 30 ആയത്തുകളാണ് സജ്ദയിലുമുള്ളത്, മുൽക്കിലുമുള്ളത്. വലിയ മഹത്വം ഇതിന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖുർആനിലെ എല്ലാ സൂറത്തുകൾക്കും മഹത്വം പറയുന്ന ചില ആളുകളുണ്ട്. അത് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്.
അള്ളാഹു പ്രത്യേക മഹത്വം പറയാത്ത ഒരു സൂറത്തിനും നമ്മളായിട്ടൊരു പ്രത്യേക മഹത്വം കൽപ്പിച്ചു ഉണ്ടാക്കി പറയാനോ പ്രചരിപ്പിക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാരായണം ചെയ്യുവാനോ പാടുള്ളതല്ല. പണ്ഡിതന്മാർ പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ. ലഖദ് ഉളിഅത് ഫീ ഫളായിലിസ് സുവരി, ഖുർആനിലെ ധാരാളം സൂറത്തുകളുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അഹാദീസു മക്ദൂബ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നൂറുകണക്കിന് ഹദീസുകൾ, കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ. എന്തിനെക്കുറിച്ച്? ഓരോ സൂറത്തും ഓതി അതിൻ്റെ കൂലി ഇത്ര, അങ്ങനെ പറയപ്പെട്ടിട്ടുള്ള സൂറത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതൊന്നും അല്ലാതെ, ഹദീസിലൊന്നും ഇല്ലാതെ ഓരോരുത്തരാണ് കെട്ടിയുണ്ടാക്കുക. ഇന്ന സൂറത്ത് ഓതിയ ഇന്ന കൂലിണ്ട്. അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ധാരാളം ഇങ്ങനെ ക്ലിപ്പുകൾ ഇങ്ങനെ ധാരാളം കാണാൻ സാധിക്കും. ഓരോ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞിട്ട് അത് ഇത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലിണ്ട്, ഇത്ര മഹത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിക്കണം. ഇതുണ്ടാക്കാൻ തന്നെ ചില കമ്പനികൾ ഉണ്ടായിരുന്നു എന്നാണ്. അതിലൊരു പ്രധാനിയാണ് ചരിത്രത്തിൽ നൂഹ് ഇബ്നു അബീ മറിയം എന്ന് പറയുന്ന വ്യക്തി. ചരിത്രത്തിൽ പേരുകേട്ട ആളാണ്. അയാൾ കള്ള ഹദീസ് നിർമ്മിക്കുന്നതിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ്. അയാളെപ്പറ്റി ചരിത്രം പറയുന്നത് എന്താ അറിയോ? ജമാ കുല്ലു ഷൈഇൻ ഇല്ല സിദ്ഖാൻ. മൂപ്പര് എല്ലാ കാര്യത്തിലും ക്രോഡീകരിച്ചുണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ മാത്രം, സത്യം എന്ന വിഷയത്തിൽ മാത്രം മൂപ്പരുണ്ടാവില്ല. സകലം പൊള്ളാണ്, വെറും നുണ കെട്ടിണ്ടാക്കലായി നൂഹിന്റെ പരിപാടി. മൂപ്പരത് സ്വന്തം ഇഷ്ടപ്രകാരം അതൊക്കെ ഹലാലാണെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്ലഹത്തു ദീനാണ് എന്നാണ് അയാൾ പറയുന്നത്. ദീനിൽക്ക് ആൾക്കാരെ അടുപ്പിക്കലാണ് എൻ്റെ ഉദ്ദേശം. ഓരോ സൂറത്തിൻ്റെ മഹത്വം പറഞ്ഞ ആൾക്കാരത് ഓതിക്കോളുമല്ലോ. അപ്പോൾ ആൾക്കാർ ഖുർആനിൽ നിന്ന് അകലെയല്ല, ഖുർആനിലേക്ക് എന്ത് ചെയ്യും? വരും എന്നാണ് മൂപ്പിലാൻ്റെ ന്യായീകരണം. പക്ഷേ അത് പാടില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലിൽ അയാൾ ധാരാളക്കണക്കിന് ഹദീസുകൾ കെട്ടിയുണ്ടാക്കി. ഒരിക്കൽ ഇയാളോട് ചോദിച്ചു, ഈ നൂഹിനോട് ചോദിച്ചു, മിന്നൈൻ, ഇയാളിങ്ങനെ ഇക്രിമാ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്നും ഇങ്ങനെ ആമുഖം പറഞ്ഞിട്ട് ധാരാളം സൂറത്തുകളെ കുറിച്ച് മൂപ്പര് ഇങ്ങനെ ശ്രേഷ്ഠതകൾ പറയുമ്പോൾ ഒരാൾ മൂപ്പരോട് ചോദിച്ചു, ഇത് ഇക്രീം ഇങ്ങനെ പറഞ്ഞു എന്നും ഇബ്നു അബ്ബാസ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? മൂപ്പരോട് ചോദിച്ചതാ. ഇതൊന്നും ഇക്രീമയെ പരിചയമുള്ള ആളുകൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എവിടുന്ന് നിങ്ങൾക്ക് ഇത് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്നി റഅയ്തുന്നാസ ഖദ് അഅറദു അനിൽ ഖുർആനി, ഞാൻ ജനങ്ങളെ നോക്കുമ്പോൾ ഖുർആനിൽ നിന്ന് ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആൾക്കാരൊന്നും ഖുർആൻ ഓതാൻ കൂട്ടാക്കണില്ല, അതിനൊന്നും അവർക്ക് സമയമില്ല. ഖുർആനിൽ നിന്ന് ആളുകൾ അകലുന്നു. വസ്തഗലൂ ബിഫിഖ്ഹി അബീ ഹനീഫ വ മഗാസി മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, അബൂ ഹനീഫ ഇമാമിൻ്റെയും മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെ യുദ്ധകഥകളുടെയും അബൂ ഹനീഫ ഇമാമിൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബുകളുമൊക്കെ കെട്ടിമറിഞ്ഞ് ആൾക്കാർ ഇങ്ങനെ ജീവിതം പാഴാക്കുകയാണ്. അള്ളാന്റെ അടുക്കെന്ന് കൂലി കിട്ടൂലേ എനിക്ക് ജനങ്ങളെ ഈ ഖുർആനിലേക്ക് ഇങ്ങോട്ട് അടുപ്പിച്ചാൽ എന്ന് കൂലി മോഹിച്ചിട്ട് ഞാൻ കുറെ നുണ കെട്ടിണ്ടാക്കിയതാണ് അയാൾ പറഞ്ഞതാ. ഇത് വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇയാളുടെ ചരിത്രം പറയുന്നിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേറൊരാളുടെ പേരാണ് മൈസറ ഇബ്നു അബ്ദി റബ്ബിഹിൽ ഫാരിസി, പെർഷ്യക്കാരനാണ്. അയാളുടെ പരിപാടി എന്താണെന്നറിയോ? വഹുവ സാഹിബു ഹദീസി ഫളായിലുൽ ഖുർആനി തവീൽ. ഫളായിലുൽ ഖുർആൻ, ഖുർആന്റെ ഓരോ ആയത്തുകൾക്ക് ഇങ്ങനെ ശ്രേഷ്ഠത പറയലാ മൂപ്പര പണി. മൻ ഖറഅ കദാ ഫലഹു കദാ. ഇതാ മൂപ്പര ഹദീസുകളൊക്കെ നോക്കിയാൽ കാണാം. ആരെങ്കിലും ഇപ്രകാരം പാരായണം ചെയ്യാൻ അവൻ ഇപ്രകാരം മഹത്വമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് കുറേ കെട്ടിണ്ടാക്കും. അപ്പൊ എന്തിനാ ചങ്ങായി നിങ്ങൾ ഈ പണിക്ക് നിൽക്കണത് എന്ന് ഒരിക്കൽ ഈ മൈസറിനോട് ചോദിച്ചപ്പോ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ ഹദീസാന്ന് ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞ മറുപടി സെയിം മറുപടിയാ. വളഴ്ത്തുഹ ഉറഗിബുൻ നാസ ഫീഹാ. ജനങ്ങൾക്ക് ഖുർആനിനോടൊരടുപ്പമുണ്ടാക്കുക എന്ന സതുദ്ദേശം മാത്രമേ അത് നിർമ്മിച്ചതിൽ എനിക്കുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാനിത് എന്തിനാ ഓർമ്മപ്പെടുത്തിയത് എന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ യാതൊരു പരലോക പേടിയില്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ട് ചരിത്രത്തിൽ അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും അതിങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെ
അതിൻ്റെ പ്രവാഹം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകൾ പോലും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇത് സഹിഹാണോ, ഇത് ശരിയാണോ? കാരണം എന്താ, ഓരോ സൂറത്ത് ഇദാ സുൽസിലത്ത് ഇത്ര തവണ ഓതിയാൽ, അലം നശ്റഹ് ഇത്ര തവണ സുബഹിക്ക് ഓതിയാൽ, മറ്റേ സൂറത്ത് ഇത്ര തവണ ഓതിയാൽ, അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ എല്ലാ രാത്രിയിലും ഓതിയാൽ, സൂറത്ത് യാസീൻ ഇങ്ങനെ ഖബർസ്ഥാനിൽ പോയി ഓതിയാൽ, ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ സൂറത്തുകളുടെ മഹത്വം പറയുന്ന, അതിൻ്റെ മഹത്വം യൂട്യൂബിൽ ഇങ്ങോട്ട് ലഭ്യമാണ്. അടിച്ചു നോക്കിയ ധാരാളക്കണക്കിന് മുസ്ലിയാക്കന്മാരെ കൊണ്ട് തിക്കി തിരക്കി നടക്കാൻ വയ്യ യൂട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ. തന്നെ പണി. നിങ്ങൾക്കാർക്കും ഇതൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങളാരും എന്താ ഇത് പറയത്തുന്ന നമ്മളോട് ചോദിക്കണത് ഉണ്ടെങ്കിലല്ലേ പറയാ. അങ്ങനത്തെ പച്ച നോണ നബിതങ്ങളുടെ പേരിൽ ഇത്ര വട്ടം സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ, പിന്നെ ഓരോ സൂറത്താണ് പറഞ്ഞിട്ട് അതിനെയാണ് പാരായണം ചെയ്താൽ ഇങ്ങനെയാണ് ഒക്കെ നുണയാണ്. അതിനാണ് ഞങ്ങൾക്ക് ഈ 2 വ്യക്തികളെ സാമ്പിളായിട്ട് പറഞ്ഞു തന്നത്. ഇത്തരത്തിലുള്ള ഹോജാക്കന്മാരെ ആളുകൾ പണ്ടേ ഈ പണി ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പാള കിതാബുകളിലൊന്നുണ്ട്. ഒരു ലൈബ്രറി നടക്കാൻ മാത്രം വാള്യങ്ങളുള്ള കിതാബുകളുണ്ട്. അൽ അഹാദീസുൽ മൗദൂഅ എന്ന് പറഞ്ഞിട്ട്. എന്താ അതിൻ്റെ അർത്ഥം? കള്ള ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ട് ലക്ഷക്കണക്കിന് കള്ള ഹദീസുകൾ ലോകത്തുണ്ടാക്കിയിട്ടുണ്ട് പലരും, പല ലക്ഷ്യത്തിന് വേണ്ടി. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ജാഗ്രതയുണ്ടാവണം. അങ്ങനെ കേൾക്കുമ്പോഴേക്ക് അത് ഓതിയിട്ട് സമയം കളയാൻ നിൽക്കണ്ട. ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഖുർആനല്ലേ ഓതുന്നത്. ഇനിയിപ്പം തെറ്റായാൽ എന്താ അപകടമുണ്ട്. ഖുർആൻ നിങ്ങളെപ്പോൾ ഓതിയാലും കൂലിയുണ്ട്. പക്ഷെ ഇന്ന സൂറത്ത് ഇത്ര തവണ ഇന്ന ദിവസം ഇന്ന നേരത്ത് പാരായണം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന നിയത്തോടെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അത് നരകത്തിൽ കാണുമോ? അതാ വ്യത്യാസം. അത് തിരിച്ചറിയാത്ത കുഴപ്പം നല്ലോണം നമ്മുടെ സമുദായത്തിനുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ പറയും, എന്തിനാ പൈനെ എതിർക്കണത്? ഖുർആനല്ലേ, ഒരക്ഷരത്തിന് 10 പുണ്യല്ലേ? അതെ, പക്ഷെ ഈ നിയ്യത്തിന് പറ്റൂലാണ്. മഹത്വം നിശ്ചയിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അവനാണ് ശാരിഅ്. മതനിയമങ്ങളും മഹത്വങ്ങളും നിശ്ചയിക്കാൻ അധികാരം ശാരിഅായ മതനിയമ നിർമ്മാതാവായ ഏകനായ അള്ളാഹുവിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. മറ്റൊരാൾക്കത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആ മതനിർമ്മാണത്തിൽ വേറൊരാൾക്കും പങ്കുണ്ട് എന്ന് പറയല. അത് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അള്ളാഹു അനുവാദം കൊടുക്കാത്ത നിലക്ക് മതത്തിൻ്റെ കാര്യങ്ങളിൽ പുതിയത് ചിലത് നിർമ്മിച്ചുണ്ടാക്കുവാൻ അവർക്കെന്തധികാരമാണുള്ളത്? അവർ വല്ല പങ്കുകാരുമാണോ? അള്ളാന്റെ പങ്കുകാരവര്, കൂറുകാരവര്. അള്ളാഹ് ചെയ്യും പോലെയൊക്കെ വരും ചെയ്യാൻ. അള്ളാഹ്ക്ക് അതിന് അധികാരമുള്ളൂ. അതുകൊണ്ടത് പാടില്ല. അപ്പൊ ഉള്ളതുപോലെ വിശ്വസിക്കുക, ഇല്ലാത്തതിൻ്റെ പിറകെ പോകരുത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തൊക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ. ഒന്ന്, വെള്ളിയാഴ്ചകളിൽ സുബഹി നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിലെ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്ത് ഓതും? ഇപ്പം നമ്മൾ ഈ തുടങ്ങിയ സൂറത്ത് അലിഫ് ലാം മീം സജദ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതോതും? സൂറത്തുൽ ഇൻസാൻ, ഹല്ലത അലൽ ഇൻസാനി ഹീനം മിനദ് ദഹരി. ഇന്നിപ്പോൾ അത് ഓതാൻ ആരെയും കിട്ടൂല, കുറച്ച് ദീർഘമുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഇമാമി ഏത് പള്ളിയിൽ പോയാലും വളരെ അപൂർവം ചില പള്ളികളിലൊക്കെ അതിപ്പോഴും മുടങ്ങാതെ ഓരുന്നവരുണ്ട്. എന്നാൽ മിക്ക പള്ളികളിലും അതില്ല. കാരണം ആൾക്കാർക്ക് ഇഷ്ടമല്ല അത്. കുറച്ച് ദീർഘിച്ചോതിയാൽ പിന്നെ ആ പള്ളിക്ക് പോവില്ല. എല്ലാവരും നോക്കണത് വേഗം കഴിയണ പള്ളി ഏതാണെന്നാണ്. നേരെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേഗം കഴിയണ പള്ളി ഏതാ, അവിടെ പോകും. അയാൾ ഉഷാറാണ്, അയാൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കൂല എന്നൊക്കെയാണ് പറയും നമ്മൾ. ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകാൻ തിരക്കുള്ളതും അങ്ങനെ പോയി നിൽക്കും വേണ്ട. അപ്പം എല്ലാവർക്കും ഡ്യൂട്ടി തിരക്ക് എന്നുള്ള മട്ടിലാണ് നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ അത് ചെറുതേ ഓതുള്ളൂ. അതേ അവസരത്തിൽ ഇതിങ്ങനെ പാരായണം ചെയ്യുന്ന ഇടങ്ങളുണ്ട്. ഈ ജമാഅത്തിനൊന്നും പോകാതെ പെണ്ണുങ്ങളൊക്കെ അധികം വീട്ടിൽ നിന്നാണല്ലോ നിസ്കരിക്കുക. അവരേതായാലും ഇത് പാലിച്ചോട്ടെ. അതിന് സജദയും ദഹ്റുമൊക്കെ കാണാതെ പഠിക്കണം. നിസ്കാരത്തിൽ ഇപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഖുർആൻ എടുത്ത് ഓതൽ എപ്പോഴും നടക്കൂലല്ലോ. അതുപോലെ തന്നെ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമ്മളും ഇത് പാരായണം ചെയ്യും.
ഇടക്ക് ചില വെള്ളിയാഴ്ച സ്ഥിരം പാരായണം ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ഇടക്ക് ചില വെള്ളിയാഴ്ച ഒഴിവാക്കുകയും ചെയ്യുക. കാരണം ഇതൊരു നിർബന്ധമാണെന്ന് തോന്നാനും പാടില്ല. ഇതന്നെ ഓതാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച ജുമാ ദിവസം സുബൈയുടെ 1-ാമത്തെ റക്അത്തിൽ സജദയും 2-ാമത്തിൽ ദുഹറും മാത്രമേ പറ്റുള്ളൂ എന്ന ഒരു നിയമവും നമ്മളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. അതിനിടയ്ക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേ മറിച്ചൊക്കെ പാരായണം ചെയ്യും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലിഫ് ലാം മീം സജദയും തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എല്ലാ രാത്രിയും പാരായണം ചെയ്യല് പുണ്യുണ്ട്. എന്നാൽ ചില റിപ്പോർട്ടുകളിൽ മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വ അലിഫ് ലാം മീം തൻസീൽ അസ്സജദ ബൈനൽ മഗ്രിബി വൽ ഇശാഇൽ ആഖിറ ഫകഅന്നമാ ഖാമ ലൈലത്തുൽ ഖദ്രി എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. എന്താ അതിന്റെ അർത്ഥം? ആരെങ്കിലും ഈ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കും ഇശാ മഗ്രിബിന്റെ ഇടയിൽ പാരായണം ചെയ്താൽ അവൻ ലൈലത്തുൽ ഖദ്റിൽ നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് ചില റിവായത്തുകളുണ്ട്. ആ റിവായത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വഹാദിഹി റിവായാത്തു കുല്ലുഹാ മൗദൂഅ, ഇതൊക്കെ നിർമ്മിതികളാണ് എന്നാണ്. ഇതൊന്നും സഹീഹായ റിപ്പോർട്ടല്ല. അപ്പൊ ഇശാ മഗ്രിബിന്റെ അടിയിൽ വെച്ചിട്ടൊരു പ്രത്യേകം ഇല്ല. സജദയും മുൽക്കൊക്കെ പാരായണം ചെയ്ത് രാത്രി നമുക്ക് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് പറ്റുകയാണെങ്കിൽ അത്രയും നന്നായി. ഇല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും രാത്രിയിൽ അത് എന്ത് ചെയ്യുക, പാരായണം ചെയ്ത് തീർക്കുക. മനപ്പാടാണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് സമയം കിട്ടും. 30 വിധ ആയത്തുള്ളൂ. 30 ആയത്ത് സജദയിലും ഉണ്ട്, 30 ആയത്ത് തബാറക്കയിലും ഉണ്ട്. ഇനി വെള്ളിയാഴ്ച സുബഹിക്ക് പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തായിട്ട് സജദ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച സുജൂദിന്റെ ഒരു സൂറത്ത് ഓതണം എന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്തൂടെ എന്നൊരു ചോദ്യം പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു, ലാ യുശ്റഉ തഖ്സീസ് യൗമിൽ ജുമുഅ ബിൽ ഖിറാഅ അവിൽ ഇസ്തിമാഇ ഇലാ സൂറത്തൈ സജദ വൽ ഇൻസാൻ ഫീ ഗൈരി സ്വലാത്തി ഫജ്റിൽ ജുമുഅ. ജുമുഅയുടെ ഫജ്ർ നമസ്കാരത്തിന്റെ 2 റക്അത്തുകളിൽ അല്ലാതെ അത് പാരായണം ചെയ്യലോ അത് ശ്രദ്ധിച്ച് കേൾക്കലോ വേറെ വെള്ളിയാഴ്ച ദിവസം ഒരു സമയത്തും അതുകൊണ്ടൊരു പ്രത്യേകതയും ഇല്ല. അതുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ഏതെങ്കിലും സമയത്തായിട്ടും ഇത് ചൊല്ലൽ പുണ്യുണ്ട് എന്ന് വമൻ ഇഅ്തഖദ ഫളലു ദാലിക, ആരെങ്കിലും അങ്ങനെ വെള്ളിയാഴ്ച ഫജ്റിലൊന്നും അല്ലാതെ തന്നെ ഇത് പാരായണം ചെയ്യൽ ശ്രേഷ്ഠകരമാണെന്ന് വിശ്വസിച്ചാൽ, കേട്ടോളൂ വാചകം, ഔ ദാവമ അലൈഹി, അല്ലെങ്കിൽ അവൻ അതിന്റെ മേൽ നിത്യമാക്കിയാൽ, യകൂനു ഖദ് ഫഅല ബിദ്അ, അവൻ എന്ത് ചെയ്തു? ബിദ്അത്ത് ചെയ്തു. ബിദ്അത്ത് ചെയ്താൽ നരകത്തിൽ പോണ പരിപാടിയാണ്. ഖുർആൻ ഓതിയിട്ടോ? ഇതാണ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. ഖുർആൻ ഓതിയിട്ട് നരകത്തിൽ പോവുകയും പോകും. നിസ്കരിച്ചിട്ട് നരകത്തിൽ പോകൂലേ? ഇല്ലാത്ത നിസ്കാരം നിസ്കരിച്ച നരകത്തിലേക്കാണ് പോകൂലേ? അതെന്താ ആൾക്കാർക്ക് ഉണ്ട് ഉൾക്കൊള്ളാനൊരു പ്രയാസം? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ റസൂലായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നോളണം. പിന്നെ അതിലപ്പുറം മുഹമ്മദ് നബി പഠിപ്പിക്കാത്ത എൻ്റെ വക കുറച്ചും കൂടി എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടാക്കിയാലോ പിന്നെ ഞാൻ ചൊല്ലുന്ന ഷഹാദത്ത് വെറുതെയാണ്. പിന്നെ ഞാനാ പറയണത് വെറുതെയാണ്. എൻ്റെ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ നബി പറഞ്ഞിടത്ത് ഞാൻ നിൽക്കണം. അതിനാണ് എന്ത് പേര്? ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുഗമിക്കുക, ഇത്തിബാ ചെയ്യുക. നബി ചെയ്തത് ചെയ്യുക, നബി ചെയ്യാത്തത് ചെയ്യാതിരിക്കുക. ഇതാണ് നബി സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചെയ്യൽ പുണ്യകരമായതുപോലെ ചെയ്യാതെ ഉപേക്ഷിക്കലും എന്താണ്? പുണ്യകരമാണ്. അതൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളായി ഫുഖഹാക്കളും ഉലമാക്കളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളുമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ യൂട്യൂബിൽ കുറേ ആൾക്കാർ ഈ സൂറത്തു സജദക്ക് കുറേ മഹത്വങ്ങൾ പറയുന്നുണ്ട്.
അതിൻ്റെ ഉത്ഭവം പരിശോധിച്ച് നോക്കിയപ്പോൾ അത് ഷിയാക്കളിൽ നിന്നാണ്. കാരണം ഷിയാക്കളാണ് കുറേ കൊണ്ടുവരല്. അവരടുത്ത് നിന്ന് കിട്ടിയതാണ് ഷിയായിസം. ഇപ്പം കേരളത്തിൽ ഇങ്ങനെ വേര് പിടിക്കുക എന്ന് മാത്രമല്ല, പടരുകയുണ്ടോ. സമസ്തയുടെ ഇരു ഗ്രൂപ്പുകളിലും ഷിയായിസം ഉണ്ട്. ഷിയായിസത്തിൻ്റെ വളർത്തുന്ന പണ്ഡിതന്മാരുണ്ട്, അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്. പിന്നെ ഷിയാക്കൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഷീഴിയാണ് എന്ന് പറയാതിരിക്കൽ അവരുടെ മത നിയമങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ്, ഒരു പുണ്യകർമ്മമാണ്. ഷിയ എന്ന് പറയണ്ട, പറയാതെ ഉള്ളിൽ കൂടി പണിയെടുക്കണം എന്നാണ് എന്ത് ഷിയാക്കൾ. അതിന് പ്രത്യേക നിയമം തന്നെ അവർക്കുണ്ട്. പൈപ്പെട്ട കുറേ ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, ഈ സമസ്ത സംഘടനകളിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാനത് ആ കണക്ഷൻ പറയുന്നത് എന്തിനാണെന്നറിയോ, ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കിട്ടുന്നതാണ് ഇവർക്ക് മൂലമാർക്ക്. അപ്പൊ ഷിയാക്കളുടെ കിതാബുകളിൽ കാണുന്ന 2-3 ഹദീസുകൾ എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന സജ്ദയുടെ പുണ്യങ്ങളെ കുറിച്ച് ചിലത് ഞാൻ സാമ്പിളായിട്ട് കൊണ്ടുവരാം. 1, മൻ ഖറഅ സൂറത്തു സജ്ദ, ആരെങ്കിലും സൂറത്തു സജ്ദ പാരായണം ചെയ്താൽ ഫീ ലൈലത്തി കുല്ലി ജുമുഅ, അങ്ങട്ടാ ജുമുഅ വെള്ളിയാഴ്ച രാവിൽ, ഇപ്പൊ വ്യാഴാഴ്ച അസ്തമിച്ച് വെള്ളിയാഴ്ച രാവിലെ ആരെങ്കിലും സജ്ദ പാരായണം ചെയ്താൽ അഅതാഹുല്ലാഹു കിതാബഹു ബി യമീനിഹി, അവന് നാളെ മഹ്ശറിൽ അവന്റെ ഗ്രന്ഥം വലത് കൈയിൽ അല്ലാഹു കൊടുക്കുന്നു. ഇത് ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. ഒരു രാത്രി കുത്തിട്ട് ഇങ്ങനെ ചൊല്ലൂല ഈ പുണ്യം ഓർത്തിട്ട്. ഇവിടെ അതാ എൻ്റെ പ്രശ്നം. ആർക്കാ മോഹമില്ലാത്തത് പരലോകത്ത് മഹ്ശർ നിന്റെ കിതാബ് വലത്തെ കയ്യിൽ കിട്ടണമെന്ന്? എന്നാ ഇതിനെ എല്ലാ വെള്ളിയാഴ്ച രാവിലും സജ്ദ പാരായണം ചെയ്തോളൂ എന്നാണ് ഇവിടെ റസൂൽ പറഞ്ഞു എന്ന് പറയുന്നത്. വലം യുഹാസിബുഹു ബിമാ കാന മിൻഹൂന്ന്, തീർന്നില്ല. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനും പിന്നെ പരലോകത്തെ ഹിസാബ് ഉണ്ടാവില്ല. കണ്ടോ രണ്ടാമത്തെ മഹത്വം, രക്ഷപ്പെട്ടില്ലേ. മൂന്നാമത്തത് കേട്ടോളൂ, വകാന മിൻ റുഫഖായി മുഹമ്മദിൻ വ അഹ്ലി ബൈത്തിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അഹ്ലു ബൈത്തിന്റെയും കൂടെ അവൻ സ്വർഗത്തിലെ കൂട്ടുകാരായിരിക്കും. കേട്ടോ, എല്ലാം കഴിഞ്ഞില്ലേ. ഇതിപ്പോൾ റസൂലുള്ളാഹിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു കള്ള ഹദീസ്. ഷിയാക്കളെ കിതാബുകളുണ്ട്, ഓലെ തഫ്സീറിലൊക്കെ ഉണ്ട്. തഫ്സീർ ഇതൊക്കെ ആയിരിക്കും നെറ്റിൽ പിന്നെ പരിധി നോക്കിയാൽ സുലഭമാണ്. ഇനി അടുത്തത് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്ന അടുത്ത സാമ്പിൾ. ഇതൊക്കെ ഞാൻ പറയണത് എന്തിനാ അറിയോ? ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴല്ലെങ്കിൽ ഇപ്പം ആർക്കും തോന്നും എന്തിനാപ്പോൾ ഇതൊക്കെ പറയണേ. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ നമ്മളോടന്നെ ചോദിക്കും ഈ സിറ്റ് റൂം. ഇത് പറയുമ്പോൾ ചെവി എടുക്കൂല, എന്തിനിപ്പോൾ ഇയാൾ ഇങ്ങനെ നേരം കളിയണെന്ന് അപ്പം തോന്നുക. എന്നിട്ട് നമുക്ക് പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് ഇടും. അപ്പം നമുക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ പറയൂല, സബറ് വേണല്ലോ, അതുകൊണ്ട് പറയില്ല. അല്ലെങ്കിൽ ഒരു തലക്കന്നൊക്കെ അങ്ങനെ തരിച്ചു കയറലുണ്ട്. അത് ഇഷ്ടമാതിരി പറഞ്ഞിട്ടുണ്ടാവും, അപ്പം കേൾക്കൂല, അവന് മൈൻഡ് ചെയ്യില്ല, അവൻ വേറെ ലോകത്തായിരിക്കും. ഇതൊക്കെ ഞാൻ കുറേ കേട്ടതാണല്ലോ. മറ്റേ ഇത് പരിക്കും വിമർശനം തന്നെ പണിയെന്നും പറയും. ഇത് പറയണെന്തിനാ? ചിലത് ചികിത്സ, രോഗം വന്നിട്ട് ചികിത്സിക്കും. ചിലതിന് എന്ത് ചെയ്യുന്നറിയോ, നേരത്തെ പ്രിക്കോഷൻ. ചിലത് മരുന്ന് ആദ്യം വിതരണം ചെയ്യും. ചില രോഗമൊക്കെ വരുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും, സാമ്പിൾ ബോഡി വിതറും. അതിനുള്ള സാമ്പിൾ ബോഡിയാണ് ഈ വിതരണം. നിങ്ങൾ കാണുമ്പോൾ ഈ സിറ്റ് ട്രൂ എന്ന് ചോദിക്കണ്ട, ഇത് ശരിയാണോ എന്ന് ചോദിക്കണ്ട കേട്ടോ. എന്നാ പറയണം, അടുത്ത റസൂലുള്ളാഹിയുടെ പേരിൽ തന്നെ പറയണം. മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ ഫീ ബൈതിഹി ലം യദ്ഖുലി ശൈത്താനു ബൈതഹു സലാസത അയ്യാം, ആരെങ്കിലും അവന്റെ വീട്ടിൽ വെച്ച് ഒരിക്കലും അലിഫ് ലാം മീം തൻസീൽ സജദ സൂറത്ത് ഓതിയാൽ അവന്റെ വീട്ടിൽ പിന്നെ 3 ദിവസത്തിന് ശൈത്താൻ നോ അഡ്മിഷൻ. ശൈത്താൻ പിന്നെ വീട്ടിൽ കയറില്ല, 3 ദിവസം വരില്ല. 3 ദിവസത്തേക്ക് കാവലായോ? ഇനി അടുത്തത് അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത്. അടുത്ത പുണ്യം കേട്ടോളി. മൻ കതബഹാ വഅല്ലഖഹാ അലൈഹി അമീന വജഉർ റഅസി വൽ ഹമ്മാ വൽ മഫാസിൽ. ആരെങ്കിലും സൂറത്തു സജ്ദ എഴുതിയാൽ വഅല്ലഖഹാ അലൈഹി, ശരീരത്തിൽ അത് കെട്ടിത്തൂക്കുകയും ചെയ്താൽ, അപ്പൊ എഴുതി കെട്ടിയാൽ, സജ്ദ എഴുതി കെട്ടുക, ഉറുക്കാക്കി കെട്ടിയാൽ, അമീന വജഉർ റഅസി, തലവേദനക്ക് ശാന്തി കിട്ടും, ഈ ശലവേദന ഉണ്ടാവില്ല. വൽഹുമ്മ, പിന്നെ അടുത്ത എന്താ, ഹെഡേക്ക് കഴിഞ്ഞാൽ പിന്നെ ഫീവർ, പനി ഉണ്ടാവില്ല, അത് പോയി കിട്ടി. വൽ മഫാസിൽ, സന്ധിവേദന, പേശിവേദന, മഫാസിൽ സന്ധിവേദന ഉണ്ടല്ലോ, കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, ഊരവേദന, നടുവേദന ഒക്കെ ഉണ്ടല്ലോ, ഈ മഫാസിലുകൾ, അതുണ്ടാവില്ല.
അപ്പം ഇതിങ്ങനെ ഓരോരുത്തർ പ്രചരിപ്പിച്ചതാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യും. നീ ഇതിനോട് വല്ല വെറുപ്പുണ്ടായിട്ടാ? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. റസൂൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്യൂലേ? നമുക്ക് വല്ല വിശ്വാസക്കുറവുണ്ടോ? ഇവിടെ റസൂൽ പറഞ്ഞോ പറഞ്ഞില്ലേനെ ഇവിടെ പ്രശ്നമുള്ളൂ. പറഞ്ഞോ എന്നാ ആമന്ന, നമ്മൾ വിശ്വസിച്ചു. സദ്ദഖന, നമ്മൾ അംഗീകരിച്ചു. വത്തബഅന, നമ്മൾ പിൻപറ്റും. ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ പാടില്ല. എന്താ കാരണം എന്നറിയോ? മൻ ഖാല അലയ്യ മാ ലം അഖുൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അത് സ്വഹീഹ് ഹദീസാ. മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ഞാൻ പറഞ്ഞു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ, നരകത്തിയിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം റിസർവ് ചെയ്തു കൊള്ളട്ടെ. അത് ഉറപ്പാണെന്നാണ്. അവന് നരകം റിസർവ്ഡ് ആണ്, ഇനി സംശയമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയാൻ പാടില്ല. വളരെ ഗൗരവമാണ്. സാധാരണ മനുഷ്യന്റെ പേരിൽ തന്നെ അയാൾ പറയാത്തത് പറയാൻ പാടുണ്ടോ? പറഞ്ഞു എന്ന് പറയാൻ പാടില്ല. എൻ്റെ നിങ്ങളുടെയോ പേരിൽ നമ്മൾ പറയാത്തൊന്ന് പറഞ്ഞു എന്ന് ഒരാൾ എഴുതി വെക്കണ്ടേ, അല്ലെ ഈ പ്രസംഗിച്ചു നോക്കണ്ടേ? നമ്മൾ അവനെ വിടുവോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിലോ അള്ളാഹുടെ പേരിലോ ആയാലും ഗുരുതരമായ ഗൗരവം എത്രയാണ്. അതുകൊണ്ട് അത് പറയാൻ പാടില്ല. അതാ ഇവിടുത്തെ വിഷയം. ഇനി സഹോദരന്മാരെ, ഒന്നാമത്തെ ആയത്ത് തന്നെ അലിഫ് ലാം മീം. വിശുദ്ധ ഖുർആനിലെ 20-ൽ ചില്ലാനും 28ഓളം അധ്യായങ്ങൾ ഇതുപോലെയുള്ള കേവല അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ തന്നെയും അലിഫ് ലാം മീം എന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അറബി ഭാഷയിൽ ഉള്ള ഈ അക്ഷരങ്ങളുടെ കേവലാക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നാണ് ഇതറിയപ്പെടുക. അൽ ഹുറൂഫുൽ മുഖത്തഅ, ഒരു ഒറ്റ ഇതുകൊണ്ട് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളുണ്ട്. ഒരൊറ്റ അക്ഷരം. ഖാഫ്, നൂൻ ഒക്കെ സൂറത്തുകൾ തുടങ്ങിയതാണ്. അക്ഷരം എത്രണ്ണുള്ളൂ? ഒന്ന്. ഇനി രണ്ടെണ്ണം ഉണ്ട്. ഹാമീം, രണ്ടക്ഷരം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങൾ. മൂന്നക്ഷരം അലിഫ് ലാം റാ. അലിഫ് ലാം മീം, അതിന് പുറമെ അലിഫ് ലാം റാ, മൂന്നക്ഷരം. ഇനി നാല് അലിഫ് ലാം മീം സാദ്, നാലക്ഷരം. ഇനി അഞ്ചുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ്, സൂറത്ത് മറിയം. അപ്പോൾ 1 മുതൽ 5 വരെയുള്ള അക്ഷരങ്ങൾ, 1, 2 ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുള്ള അധ്യായങ്ങളുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് തിരിയൂല. അതിനർത്ഥം ആശയമൊക്കെ ഇല്ലേ? ഉണ്ട്. പക്ഷേ നമുക്കറിയൂല, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു അവൻ്റെ റസൂലിനും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, നമ്മളോടൊട്ട് അറിയിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിന് പറയുന്നിടത്തൊക്കെ മുഫസ്സിരീങ്ങൾ ആദ്യം തന്നെ ഉടനെ പറയും അല്ലാഹു അഅലമു ബി മുറാദിഹി, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിന് അറിയാം. അർത്ഥമില്ലാത്തതാണെന്ന് പറയരുത്. അർത്ഥമില്ലാത്ത ഒന്നും എവിടെ ഉണ്ടാവില്ല? ഖുർആനിലുണ്ടാവില്ല. അതിന് ഉദ്ദേശമുണ്ട്, അള്ളാഹ്ക്ക് അറിയാം. പിന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ഇഅ്ജാസാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത തെളിയിക്കുന്ന ഭാഗമാണത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള അക്ഷരങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഈ ഖുർആൻ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ പിന്നെ ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ ആരെക്കൊണ്ടുമൊട്ട് സാധിക്കുകയും ഇല്ല. അത് ഖുർആനിൻ്റെ അമാനുഷികതയാണ്, മുഅ്ജിസത്താണ്. വേറെ ചില ആളുകൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ വ്യാഖ്യാനങ്ങൾ കൊടുത്തവരുണ്ട്. അത് അമ്പേ പിഴവുമാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഉദാഹരണം അലിഫ് ലാം മീം. അലിഫ് നന്നാ അല്ലാഹ്, ലാം നന്നാ ജിബ്രീൽ മുഖേന, മീം മുഹമ്മദ് നബിക്ക് കൊടുത്തതാണ് ഈ ഖുർആൻ. ദാലികൽ കിതാബ്. അലിഫ് ലാം മീം, അള്ളാഹു ജിബ്രീലിലൂടെ മുഹമ്മദ് നബിക്ക് കൊടുത്തത്. അപ്പോൾ അള്ളാഹ് എന്നില്ല, അലിഫും ജിബ്രീലിലെ ലാമും മുഹമ്മദ് നബിയുടെ മീമും. അതൊന്നും ശരിയല്ല. അതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ചൊറുക്കൊപ്പിച്ചിങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിനൊന്നും അടിസ്ഥാനമില്ല. കഴിഞ്ഞ സൂറത്ത് നമ്മൾ പഠിച്ചപ്പോഴും ഉണ്ട് യാസീൻ ഉണ്ടോ? അതും ഹുറൂഫുൽ മുഖത്തഅ അല്ലേ?
അപ്പം ഇങ്ങനെ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ട് ഉടനെ തന്നെ മിക്ക സ്ഥലങ്ങളിലും എന്ത് പറയും? അപ്പോൾ ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, അലിഫ് ലാം മീം, ഇതിപ്പോൾ ഒരായത്താട്ട, 30 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഒരായത്ത് ഇപ്പോൾ എല്ലാവർക്കും ഹിഫ്ളായാലോ? ഇനി ബാക്കിയാണ് പഠിച്ചാൽ മതി. ഒരായത്ത് ഇപ്പോൾ എല്ലാവർക്കും ഹിഫ്ളായി. അലിഫ് ലാം മീം നമ്പർ 1 അത് കഴിഞ്ഞു. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തൻസീലുൽ കിതാബ്, ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. തൻസീൽ അവതരണം. തൻസീൽ എന്ന് പറഞ്ഞ അർത്ഥം അവതരണം, ഇറക്കിയത്. അൽ കിതാബ്, ഏതായി അൽ കിതാബ്? ഈ ഖുർആനാകുന്ന ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്, അതിൻ്റെ അവതരണം. ലാ റൈബ ഫീഹി, അതിൻ്റെ ഇടയ്ക്കൊരു വാചകം പ്രത്യേകം പറയണം. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സന്ദേഹവുമില്ല, സംശയവുമില്ല. റൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം, സന്ദേഹം എന്നുള്ളതാണ് റൈബ്. അൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. അപ്പൊ ഇത് എവിടുന്നുള്ളതാണ്? മിർ റബ്ബിൽ ആലമീൻ, സർവലോകരുടെയും രക്ഷിതാവിൽ നിന്നുള്ളതാകുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, എങ്ങനെ അർത്ഥം പറയുമ്പോൾ ശരിക്കും എളുപ്പം എങ്ങനെ? തൻസീലുൽ കിതാബി മിർ റബ്ബിൽ ആലമീൻ ലാ റൈബ ഫീഹി. നമ്മൾ ഖുർആൻ മാറ്റി ഓതല്ല കേട്ടോ, അങ്ങനെ ഓതാൻ പാടില്ല, മനസ്സിലാൻ വേണ്ടി മാത്രം പറയണം. തൻസീലുൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ അവതരണം. മിർ റബ്ബിൽ ആലമീൻ, ആരിൽ നിന്നാണ്? റബ്ബുൽ ആലമീനിൽ നിന്നുള്ളതാണിത്. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവും ഇല്ല. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖുർആൻ മക്കയിലുള്ളത്, മക്കയിലല്ലേ അഭിസംബോധന, ആദ്യത്തെ അഭിസംബോധന. അവിടെയുള്ള ജനങ്ങൾ ഖുർആൻ എന്ത് പറയണ? ശരിക്കാണ്, ഞങ്ങളത് അംഗീകരിക്കൂല, ഇത് ദൈവികമൊന്നുമല്ല, ഇത് ദൈവിക വചനമൊന്നുമല്ല, മുഹമ്മദ് എവിടുന്നൊക്കെ പഠിച്ചുണ്ടാക്കിയതാണ്, ഇവിടെ ഇത് അംഗീകരിക്കാൻ പറ്റൂല, ഇതിന് ദിവ്യത്വം ഞങ്ങൾ സങ്കല്പിക്കൂല എന്നൊക്കെയാണ് അവരുടെ വാദം. അതുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ ആയത്തിലും പറഞ്ഞത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ആ ഗ്രന്ഥം ഖുർആൻ ഇതിലൊരു സംശയമില്ല. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അപ്പോ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ചതാണിത്. ഇതിൽ യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവും ഇതിലില്ല. എല്ലാ അർത്ഥത്തിലും ഇത് സമ്പൂർണ്ണമാണ്. അം യഖൂലൂന ഇഫ്തറാഹ്, അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ? അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ? അറേബ്യൻ മുശ്രിക്കുകളെ കുറിച്ച്, മക്ക കാഫിറുകളെ കുറിച്ച് അള്ളാഹു ചോദിക്കുകയാണ്. അം എന്ന് പറഞ്ഞാൽ എന്താണ്? അതോ യഖൂലൂന, അവർ പറയുകയോ, അവർ പറയുന്നുവോ? ഖാല യഖൂലു, യഖൂലൂന, അവർ പറയുന്നുവോ? എന്ത്? ഇഫ്തറാഹു, ഇഫ്തറാ, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണ്, ഹു, ഈ കിതാബിനെ എന്ന് അവർ പറയുകയാണോ? ഇഫ്തറ എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളം കെട്ടി ചമച്ചുണ്ടാക്കി. ഇഖ്തലഖ എന്നും പറയും അറബിയിൽ. ഇഖ്തലഖ, ഫാബ്രിക്കേറ്റഡ്, നിർമ്മിതി. ഇഫ്തറ, യഫ്തരി, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുള്ള പ്രയോഗമാണ്. അമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ, യഫ്തറൂന അലല്ലാഹിൽ കദിബ. ഇഫ്തറ, യഫ്തരി, യഫ്തറൂന ഒക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അം യഖൂലൂന, അതല്ല അവർ പറയുകയാണോ? ഇഫ്തറാഹു, മുഹമ്മദ് നബി ഇതിനെ കെട്ടി നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് അവർ പറയുകയാണോ? അങ്ങനെയാണോ അവർ പറയുന്നത്? അങ്ങനെ പറയാണോ അവര്? ബൽ, എന്നാൽ, ഹുവൽ ഹഖ്, അത് സത്യമായ ഗ്രന്ഥമാണ്. ഇത് മുഹമ്മദ് കെട്ടിണ്ടാക്കിയ ഒന്നുമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കെട്ടിണ്ടാക്കാനായിട്ട് പറ്റൂല, കഴിയൂല. കാരണം അക്ഷരജ്ഞാനമില്ലാത്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുത്തും വായന അറിയില്ല. ഇവരോ, നമ്മൾ എപ്പോഴും പറയണതാണ്, അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കാവലാൾമാരും സാമ്രാട്ടുക്കളുമൊക്കെയാണ് ഇവർ.
അറബികൾ. അത്ര വലിയ മികച്ച അറബി ഭാഷാ സാഹിത്യത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾ. അവരെ കൊണ്ട് പറ്റുമോ? പറ്റൂല. വെല്ലുവിളിച്ചിട്ടുണ്ട് ഖുർആൻ, നിരവധി സ്ഥലത്ത് സാധിച്ചിട്ടില്ല കൊണ്ടുവരാൻ. അതന്നെ ഇസ്ലാമിൻ്റെ ഏറ്റവും പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ അമാനുഷികത തന്നെയാണ്. കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ ഒരാൾക്ക്. ബൽ പറയൂ, ബൽ അതെ, ബൽ എന്നാൽ ഹുവൽ ഹഖ്, അത് ഹക്കായ ഗ്രന്ഥമാണ്. മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള, മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്നുള്ള സത്യമാണത്. അത് മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്ന് അവർ പറയുകയാണോ? എന്നിട്ട് ബൽ ഹുവൽ ഹഖ് മിർ റബ്ബിക. ഇനി എന്തിനാണ് ഈ അവതരിച്ചിട്ടുള്ളത്? ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. ലിതുൻദിറ, നബിയെ താങ്കൾ താക്കീത് ചെയ്യുവാൻ വേണ്ടി. ലിതുൻദിറ, നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യണം? വാണിംഗ് കൊടുക്കണം, താക്കീത് ചെയ്യണം. അൻദറ യുൻദിറു. ഇത് നമ്മൾ സൂറത്ത് യാസീനിലും പഠിച്ചതാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവിടെ അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. യാസീനിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു അവിടെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇവിടെയും പറയുന്നത് എന്ത് തന്നെയാണ്? എന്തിനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്? ലിതുൻദിറ, നീ മുന്നറിയിപ്പ് നൽകുവാൻ വേണ്ടിയാണ്, നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ്. ഖൗമൻ, ഒരു ജനതക്ക്, അതായത് അറേബ്യൻ ജനതക്ക് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. ഖൗമൻ, ഒരു ജനതക്ക്, ഒരു സമൂഹത്തിന്. എന്താണ് ആ സമൂഹത്തിന്റെ പ്രത്യേകത? മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല. അതാ വന്നു, മാ അതാ എന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. മാ അതാഹും, അവർക്ക് വന്നിട്ടില്ല. മിൻ നദീർ, ഒരു താക്കീതുകാരനും. മിൻ നദീരിൻ, ഒരു താക്കീതുകാരനും അവർക്ക് വന്നിട്ടില്ല. മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനും ആ ജനതയിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ജനതക്ക് നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ഖുർആൻ. അങ്ങനെ താക്കീത് ചെയ്യുന്നത് എന്തിനാ? ലഅല്ലഹും യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. ഇഹ്തദാ, സന്മാർഗം പ്രാപിച്ചു. യഹ്തദി, യഹ്തദൂന, സന്മാർഗം പ്രാപിച്ചവർ. ലഅല്ലഹും യഹ്തദൂന, അവർ സന്മാർഗം പ്രാപിക്കുവാൻ വേണ്ടി. അവർ സന്മാർഗം പ്രാപിച്ചേക്കാം, വിബോധനം കിട്ടിയാൽ അവർക്ക് സന്മാർഗത്തിലെത്താൻ സാധിച്ചേക്കാം. അതിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് എന്താ? അം യഖൂലൂന ഇഫ്തറാഹ്, അവര് പറയുകയാണോ ഇഫ്തറാഹു, മുഹമ്മദ് ഇതിനെ കെട്ടിയുണ്ടാക്കിയതാണെന്ന്, റബ്ബുൽ ആലമീൻ ഇറക്കിയതൊന്നല്ല എന്നാണോ അവർ പറയുന്നത്? എങ്കിൽ അത് കളവാണ്. ബൽ, എന്നാൽ അവർ മനസ്സിലാക്കട്ടെ, ഹുവൽ ഹഖു, ഇത് സത്യമാണ്. ഹുവൽ ഹഖു, ഇത് സത്യമാണ്. മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്നുള്ള സത്യമാണിത്. വേറെ ആരും പറഞ്ഞുണ്ടാക്കിയതല്ല. ജിബ്രീലിന് പോലും ഇതിലൊരു പങ്കുമില്ല. അല്ലാഹു തആല കേൾപ്പിച്ചത് എന്താണോ അതപ്പടി യാതൊരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീലിന്റെ വക എന്തെങ്കിലും ഒരു തിരികെയോ കയറ്റിയോ? ഒന്നുമില്ല. അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ, ഖുർആൻ പറഞ്ഞു. നല്ല മല്ലനായ ശക്തനായ വ്യക്തിയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നത്. ഇവരൊന്നും ചേർത്തിട്ടില്ല. നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക്, എന്റെ ഹൃദയത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അത് ഇട്ടു തന്നു. അവരുദ്ദേശിക്കുന്ന സമയത്ത് ഇറങ്ങി വരാൻ പോലും പറ്റൂല. ഇപ്പം ഞാൻ മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ഒരു മലക്ക് വിചാരിച്ചാൽ നടക്കുമോ? മലക്കല്ല, ജിബ്രീലാണല്ലോ അതിന് ഡ്യൂട്ടി നിയമിക്കപ്പെട്ട വ്യക്തിത്വം. ജിബ്രീൽ പോലും അങ്ങനെ വരാൻ പറ്റൂല. അത് വ്യക്തമായിട്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം ജിബ്രീൽ വരാതായി. അപ്പം നബിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം വന്നു.
ആൾക്കാർ പറയാനും തുടങ്ങി. ഇപ്പം മുഹമ്മദിൻ്റെ എടുത്തു വരുന്ന ആൾ ശൈത്താപ്പം വരുന്നില്ല. അതിനുള്ള വേറെ സൂറത്തിലൂടെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. മാ വദ്ദഅക റബ്ബുക വമാ ഖല. എൻ്റെ റബ്ബ് നബിയെ നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല, നിങ്ങളെ അങ്ങനെ ഒഴിവാക്കൂല്ല. അങ്ങനെ ഒരിക്കൽ ജിബ്രീലിനോട് നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ വെച്ച് ഇപ്പൊ വരുന്നതിനെ കാണാൻ കുറച്ചും കൂടി അധികം തവണ എൻ്റെ അടുത്തിടക്ക് നിങ്ങൾക്ക് വന്നൂടേന്ന്. അതിന് ജിബ്രീൽ അലൈഹി സ്വലാം കൊടുത്ത മറുപടി ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് മറിയമിൽ. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക് ലഹു മാ ബൈന ഐദീനാ വമാ ഖൽഫനാ വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. ഓ നബിയേ, അങ്ങയുടെ രക്ഷിതാവിൻ്റെ ഓർഡർ കിട്ടിയാലല്ലാതെ ഞങ്ങൾക്ക് വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനൊക്കില്ല. നമ്മൾ ശരിക്കും ഇറങ്ങാനും പോകാനൊന്നും പറ്റൂല. ഞങ്ങളെ മുന്നിലും പിന്നിലുള്ള എല്ലാം പ്രൊട്ടക്ഷൻ അവനാ, അവൻ തീരുമാനിക്കും. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങനെ നടക്കൊന്നുമില്ല. CM മടവൂര് പറഞ്ഞ് തഖദ്ദം യാ ജിബ്രീൽ. CM മടവൂര് എന്താ പറഞ്ഞ്? തഖദ്ദം യാ ജിബ്രീൽ. ഒരിക്കലും നടന്നു പോകുക അത്ര മടവൂർ കൂടെ. ജിബ്രീലും മടവൂരും ഒക്കെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇത്തരം മൂപ്പര് പറയണു തഖദ്ദം യാ ജിബ്രീൽ, ജിബ്രീലെ മുമ്പിൽ നടക്കുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെ മടവൂര് മുന്നിലും ബാക്കിലും ഇപ്പം ആരാ നടക്കണത്? ജിബ്രീൽ ബാക്കിലും മടവൂരിൻ്റെ പിന്നിലും ഇങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം നടക്കുകയാണ്. അപ്പൊ ജിബ്രീൽ പറഞ്ഞല്ലോ അൻത തഖദ്ദം, ഇനി എന്നെ മുന്നിൽ നടക്കുക. അപ്പൊ എന്തായി? അയിമ ഉറപ്പിച്ചു. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് പറഞ്ഞ ആൾക്കാർ പറയും, കണ്ടോ ഇയാള് സൂറത്ത് സജദ എന്നും പറഞ്ഞിട്ട് വിമർശനം. ഈ ഉമ്മത്തിലെ സമുദായത്തിലെ മെമ്പർമാര് വിശ്വസിക്കണം, അതിന് ലൈക്കടിക്കണം. മാഷാ അല്ലാഹ്, അല്ലാഹുവേ മടവൂരിന്റെ മുഹബീങ്ങളിൽ പെടുത്തണേന്ന് അതിന്റെ അടിയിൽ ദുആ ചെയ്യാണ്. പമ്പര വിഡ്ഢികൾ, എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പറഞ്ഞ മാപ്പിളമാര്. വേദന തോന്നണം ഒരു മുഅ്മിനിന്. ഇത് മലക്കുകളെ കുറിച്ചാ കളി, അള്ളാഹിനെ കുറിച്ച് വേറെയും പറയും. അത് വിശ്വസിക്കുന്നോ നിങ്ങളെ കുടുംബത്തിലും ഉണ്ടാവും. എന്നിട്ട് അതിനെ എതിർത്താ പറയും വിമർശനം. ഇതൊക്കെ പറയണോ? ഇതൊക്കെ വിശ്വസിക്കുന്നവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് നമ്മൾ ഈ ചെലവും സംവിധാനമൊക്കെ വരുത്തിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കണത്. അത് വിശ്വസിക്കാൻ ആൾക്കാരെന്ന് അപ്പൊ ജിബ്രീലിനെ കാണാൻ വലിയ പവറായി. ഇപ്പൊ ജിബ്രീലൊക്കെ മടവൂരിന്റെ പിന്നിൽ അടക്കാനുള്ളൂ ആര്? ജിബ്രീലേ. ഇവന്റെ മീക്കായിലിനെ പേടിപ്പിച്ചു തരാം ഉള്ളാൾ തങ്ങള്. ഉള്ളാള് തങ്ങള് ഏത് താജുല്ലമ ഉള്ളാള് തങ്ങളെ മീക്കായിലിനെ പേടിപ്പിച്ചിട്ടുണ്ട്. അവന്റെ പെരയിലെ പൂച്ചക്കുട്ടിയാണല്ലോ ജിബ്രീൽ, പേടിപ്പിക്കാൻ മീക്കായിലൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളിലെല്ലാം പഴച്ചു. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പഴച്ചു, മലക്കുകളിലുള്ള വിശ്വാസം പഴച്ചു, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പഴച്ചു. അതെങ്ങനെ? നബിക്ക് ഈ ഖുർആനൊക്കെ ഇറക്കണീന് മുമ്പ് തന്നെ മുഴുവനായിട്ട് നബീൻ്റെ അടുത്ത് ഖുർആൻ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടോ അത്? മുഹമ്മദ് നബിക്ക് ഈ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെയൊക്കെ മുമ്പ് തന്നെ മുഴുവനായിട്ട് ഇത് ആരുടെ കയ്യിലുണ്ടായിരുന്നു? മുഹമ്മദ് നബിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ അടുത്ത് തെളിവുണ്ട്. കിതാബിൽ പഴച്ചു. പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അമ്പേ പഴച്ചു. പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം പാടെ പഴച്ചു. ഖദർ പറയും വേണ്ട, എല്ലാത്തിലും പോയി. ഇതാണ് നമ്മുടെ സമുദായം. നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ, എവിടുന്നാ നമ്മൾ പോയത്? ഇവിടെ നോക്കൂ നിങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും അതിൽ കൈകടത്താൻ പറ്റൂല. അല്ലാഹുവിങ്കൽ എന്ന മാത്രമുള്ള അവതരണമാണിത്. എങ്ങനെയുള്ള നീ മുന്നറിയിപ്പ് കൊടുക്കുവാൻ വേണ്ടിയാണ് ഖൗമൻ, ഒരു ജനതക്ക്, അറേബ്യൻ ജനത. നബിതങ്ങൾ പ്രബോധനത്തിന് വേണ്ടി നിയുക്തരാകുന്ന ആ അറേബ്യൻ ജനത അവരെങ്ങനെയുള്ളവരാ? മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ് ഒരു ദൂതനും ഒരു മുന്നറിയിപ്പുകാരനും അവരിൽ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ ആ ജനതയിൽ അടുത്ത കാലത്തൊന്നും ഒരു നബി വന്നിട്ടുണ്ടായിരുന്നില്ല. അറബികളിൽ ഒരു നബിക്ക് മുമ്പ് വരുന്നത് ആരാണ്? ഇസ്മായിൽ നബിയാണ്.
ഇബ്രാഹിം നബിയുടെ മോനായ ഇസ്മായിൽ നബിയാണ് അറബികളിലേക്ക് നിയോഗിക്കപ്പെട്ട നബി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അറബികളിലേക്കൊരു പ്രവാചകൻ വന്നിട്ടില്ല. പിന്നെ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിൽ ഇസ്രായേൽ മക്കളിലേക്കാണ് എല്ലാ നബിമാരും വന്നത്. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് മറ്റു പ്രവാചകന്മാരൊക്കെ വന്നത്. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം അടക്കമുള്ളവരൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ഇബ്രാഹിം ഇസ്മായിലിൻ്റെയും ഇടക്ക് സഹസ്രാബ്ദങ്ങളുടെ വിടവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്, താങ്കൾക്ക് മുമ്പ് ആ ജനതയിൽ ഒരു താക്കീതുകാരനും വന്നിട്ടേ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അവർക്ക് സത്യം അറിയില്ല എന്നാണോ? സത്യം അറിയും. ആ ജനതയിലും ഇബ്രാഹിം നബി പഠിപ്പിച്ച തൗഹീദ് അറിയുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു. അവർ ഹുനഫാ, ഹനീഫിയത്ത് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. വിഗ്രഹാരാധനയും ബിംബാരാധനയൊന്നും ഇല്ലാത്ത ശരിയായ തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാർ, ആ ശരിയായ ഇബ്രാഹിമി മില്ലത്ത് കൊണ്ടു നടക്കുന്ന കുറഞ്ഞ ആളുകൾ അറേബ്യൻ ജനതയിലും ഉണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷവും ഷിർക്കിലേക്ക് പോയി. അവരിൽ ഷിർക്കിന് തുടക്കം കുറിച്ചത് അംറു ബിൻ ലുഹയ്യ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അയാളെപ്പറ്റി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അംറു ബിൻ ലുഹയ്യ് നരകത്തിൽ അവന്റെ കൊടൽമാല വലിച്ച് നടക്കുന്നതായി ഞാൻ കാണുന്നു. ഹുവ അവ്വലു മൻ സയ്യബ സവായിബ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച മൃഗങ്ങളെ ഉഴിഞ്ഞിട്ടൽ തുടക്കം കുറിച്ചവൻ അവനാണ്. വിഗ്രഹങ്ങളെ മക്കയിലേക്ക് കൊണ്ടുവന്നവനും അവനാണ് അംറു ബിൻ ലുഹയ്യ്. അവനാണ് പഴപ്പിച്ചത് ഒരുപാട് ആൾക്കാർ. എൻ്റെ മുൻപ് കുറേ ആൾക്കാർ യഥാർത്ഥ തൗഹീദിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഭൂരിപക്ഷവും ഷിർക്കിലേക്ക് പോയി. അങ്ങനെയുള്ള ഒരു ജനതയെ താക്കീര് നടത്തുവാനാണ് ആര് വന്നത്? അതുകൊണ്ട് തന്നെ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയവർ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരും തെറ്റുകാരനെയാണ്. കാരണം അവർ തൗഹീദ് അവിടെ ഉണ്ട്, അത് അവർക്ക് ഉൾക്കൊള്ളായിരുന്നല്ലോ. പക്ഷെ അവരത് ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരും തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അവരും കുറ്റക്കാര് തന്നെയാണ്. ലഅല്ലഹും യഹ്തദൂൻ, അല്ലാഹു പറയുന്നത് എന്തിനാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? അവർ നന്നാവാൻ. ലഅല്ലഹും, അവരായേക്കാം, യഹ്തദൂന, സന്മാർഗം പ്രാപിച്ചവർ ആയേക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അത് നബി തങ്ങൾ വ്യക്തമായി കൃത്യമായി ആ ഡ്യൂട്ടി നിർവഹിച്ചു. അള്ളാഹിൻ്റെ തൗഫീഖുള്ളവരൊക്കെ ഹിദായത്തിലാവും ചെയ്തു, അല്ലാത്തവർ പഴക്കും ചെയ്തു. ഇതാണ് ഈ 2-3 ആയത്തുകളിലൂടെയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകളിലൂടെ, അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരെ അനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപകാരപ്രദമായ അറിവ് റബ്ബ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മളിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.